നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ ഏത് വിധേനയും അട്ടിമറിക്കുക, ഈ ഒരു ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ബലൂചിസ്ഥാൻ പടപ്പുറപ്പാട് നടത്തുന്നത്. പാക് സൈനിക മേധാവിയെയും പ്രധാനമന്ത്രിയെയും താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പലവിധ തന്ത്രങ്ങൾ ഇതിനോടകം തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയും ബലൂച്ചിലെ സാധാരണ ജനതയും പദ്ധതിയിട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ബലൂചിസ്ഥാനിലുണ്ടാകുന്ന നീക്കങ്ങൾ അത് ഷഹബാസ് ഷെരീഫിനെ ഏറെ ഭയപ്പെടുത്തുന്നതാണ്. എന്താണ് ശരിക്കും പാകിസ്ഥാനുള്ളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പുറത്തു പോലും പറയാൻ പറ്റാതെ രഹസ്യമായി വെച്ചിരിക്കുന്നു. കാര്യം, തങ്ങളുടെ ചങ്ങാതി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ പദ്ധതിയിടുന്ന പല പദ്ധതികളും അവിടെ നടപ്പിലാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും അധികം അത് ബാധിക്കുന്നത് ചൈനയെ തന്നെയായിരിക്കും. ചൈന നോട്ടമിട്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ മേഖലയാണ്. അവിടെ ചൂഷണം ചെയ്ത് അവിടുത്തെ സ്വത്തുവകകൾ തട്ടിയെടുക്കാനുള്ള ആ തന്ത്രത്തിന് തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന സൂചനയാണ് ബലൂച്ച് നൽകുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ തന്നെ പിടിച്ചകത്തിടാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്കെതിരെയാണ് സ്വന്തം രാജ്യത്ത് തന്നെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ അധിനിവേശ ബലൂചിസ്ഥാനിലെ നാടുകടത്തപ്പെട്ട സർക്കാരാണ് ഈ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ബലൂചിസ്ഥാന്റെ വിസ നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് ഷഹബാസ് ഷെരീഫിനെതിരെ പറഞ്ഞിരിക്കുന്ന കുറ്റം. ബലൂചിസ്ഥാന്റെ പരമാധികാരത്തിന് ഗുരുതരവും മനഃപൂർവ്വമായ ദോഷം വരുത്തിയതിനും അദ്ദേഹത്തിനെതിരെ കുറ്റം ഉയർത്തിയിട്ടുണ്ട്. മിർയാർ ബലൂച്ചാണ് ഷഹബാസ് ഷെരീഫിനെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുകയും പാകിസ്ഥാന്റെ സിവിൽ സൈനിക ഭരണകൂടത്തെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു മുന്നേ തന്നെ മിർയാർ ബലൂച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഒരു തുറന്ന കത്തെഴുതിയിരുന്നു. ആ കത്ത് ലോക ശ്രദ്ധ ആർജിച്ച ഒരു വിഷയം തന്നെയായിരുന്നു. അതായത്, ഇന്ത്യയോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് ആഗ്രഹമുണ്ടെന്നും ബലൂചിസ്ഥാന്റെ ലിബറേഷന് വേണ്ടി ഇന്ത്യ ഒപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥന കൂടിയായിരുന്നു മിർയാർ ബലൂച്ച് ഇന്ത്യക്ക് മുന്നിലേക്ക് വെച്ചത്. ദില്ലി ബലൂചിസ്ഥാനെ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു പോരാടാമെന്നുള്ള ഒരു സൂചന കൂടി ആ കത്തിലൂടെ നൽകുന്നുണ്ട്. ഏത് വിധേനയും പാകിസ്ഥാനിലെ സർക്കാരിനെ താഴെ ഇറക്കുകയും പാകിസ്ഥാനിലെ ഭീകരർക്ക് അവസാന മരണമണി മുഴക്കുകയും ചെയ്യാൻ തങ്ങളോടൊപ്പം പ്രവർത്തിക്കണമെന്ന് കൂടിയാണ് ആ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ബലൂചിസ്ഥാന്റെ വിസ ചട്ടങ്ങൾ ലംഘിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഷെരീഫിനെതിരെയുള്ള അറസ്റ്റ് വാറണ്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെ ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാധുവായ വിസയില്ലാതെ നിയമവിരുദ്ധമായി പ്രവേശിച്ചതുൾപ്പെടെ ബലൂചിസ്ഥാന്റെ പരമാധികാരത്തിന്റെ ഗുരുതരവും മനഃപൂർവ്വമായ ലംഘനങ്ങൾക്ക് ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറയുന്നത്. ബലൂചിസ്ഥാനിലെ ഏത് വിമാനത്താവളത്തിലോ എക്സിറ്റ് പോയിന്റിലോ എത്തുമ്പോൾ ബലൂചിസ്ഥാനിലെ നിയമങ്ങളും പരമാധികാര അവകാശങ്ങളും അനുസരിച്ച് അത്തരം അറസ്റ്റ് നടത്താമെന്നാണ് എക്സിലൂടെ മിർയാർ ബലൂച്ച് പറയുന്നത്. അതിനു പുറമെ തന്നെ സാധുവായ വിസയോ നിയമപരമായ അനുമതിയോ ഇല്ലാതെ ബലൂചിസ്ഥാന്റെ പല മേഖലകളിലേക്കും അനധികൃതമായി ഇയാൾ പ്രവേശിച്ചു. അയൽരാജ്യമായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരെ അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നുവെന്നാണ് പറയുന്നത്. ഈ പ്രവൃത്തി ബലൂചിസ്ഥാന്റെ പ്രാദേശിക സമഗ്രതയുടെ കടുത്ത ലംഘനവും അവരുടെ വ്യോമാതിർത്തിയുടെ നിയമവിരുദ്ധമായ ലംഘനവുമായി ചൂണ്ടിക്കാണിക്കുന്നു. ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് ഈ പ്രവൃത്തിയെ ശക്തവും വ്യക്തവുമായ വാക്കുകളിൽ ഏറ്റവും കഠിനമായി അപലപിക്കുന്നുവെന്നാണ് മിർയാർ ബലൂച്ച് പറയുന്നത്. ബലൂചിസ്ഥാനെ അവർ ഇതിനോടകം തന്നെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്നും വേറിട്ട ഒരു സ്വതന്ത്ര രാഷ്ട്രമായാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഒരു പ്രത്യേക പരമാധികാര സ്വതന്ത്ര രാഷ്ട്രം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ പദവി, സ്ഥാനം എന്നിവ പരിഗണിക്കാതെ ഒരു വ്യക്തിയും ബലൂചിസ്ഥാന്റെ കുടിയേറ്റ നിയമങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ശരിയായ നിയമപരമായ രേഖകളും ഔദ്യോഗികമായി അംഗീകൃത വിസയുമില്ലാതെ ബലൂചിസ്ഥാനിലേക്ക് ആരൊക്കെ പ്രവേശിക്കുന്നു അവരൊക്കെ തന്നെ ബലൂചിസ്ഥാന്റെ നിയമം അനുസരിച്ച് ക്രിമിനൽ കുറ്റമായി അതിനെ നോക്കിക്കാണുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പാകിസ്ഥാന്റെ ഭരണാധികാരികൾക്ക് മാത്രമല്ല, അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. സാധുവായ ബലൂചിസ്ഥാൻ വിസയോ ഔദ്യോഗിക ഇമിഗ്രേഷൻ ക്ലിയറൻസോ ഇല്ലാതെ ആരും തന്നെ ബലൂചിസ്ഥാനിലേക്ക് പ്രവേശിക്കരുത്. അങ്ങനെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു പാകിസ്ഥാൻ പൗരനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ നിയമങ്ങൾക്കനുസൃതമായി പ്രോസിക്യൂഷനും ശിക്ഷയും നേരിടേണ്ടി വരും. കൂടാതെ അവരെ നിർബന്ധിതമായി നാടുകടത്തും പാകിസ്ഥാനിലേക്ക്. അന്താരാഷ്ട്ര നിയമം, നയതന്ത്ര മാനദണ്ഡങ്ങൾ, പരമാധികാരത്തിന്റെ സാർവത്രികമായ അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ എന്നിവ ഒക്കെ തന്നെ പാലിക്കാൻ, അവയെ ബഹുമാനിക്കാൻ പാകിസ്ഥാൻ എന്ന സംസ്ഥാനത്തിന് ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ഭീഷണി.
രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബലൂചിസ്ഥാൻ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏത് വിധേനയും പാകിസ്ഥാൻ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് അവരുടെ നീക്കങ്ങൾ ഒക്കെ മുന്നോട്ട് പ്രാവർത്തികമാക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറെ ചങ്കിടുപ്പുണ്ടാക്കുന്ന ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.